ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിതൊരു ഇഞ്ചിക്കറി വെച്ചാൽ ഞാൻ ഇത്ര ഇഞ്ചിയാണ് അതിനെടുത്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ അത് അരിഞ്ഞ് വെച്ചേക്ക് നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരയല്ല, ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ അതിനകത്ത് കുറച്ച് നീര് കട്ട് കാണും, അപ്പം നീര് കുറച്ച് പിഴിഞ്ഞ് കളയാം. പിന്നെ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം ഇഞ്ചി അരിഞ്ഞതും പിന്നെ ഈ തേങ്ങയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, പക്ഷെ നമുക്ക് എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പം നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനാവശ്യമുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിത് ഒത്തിരി കളറുണ്ട്, പക്ഷെ ഒരുപാട് എരിയില്ലാത്ത മുളകാണ്. 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് ചൂടൊക്കെ നാറി കഴിയുമ്പോഴത്തേക്ക് നമുക്കത് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. നമുക്ക് നന്നായിട്ട് എണ്ണ തെളിയുന്നതാണ് അതിൻ്റെ ഒരു പരുവ്. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് ആ പരുവത്തിന് വന്നിട്ടുണ്ട്. എനിക്ക് നോക്കിയായിരുന്നു നന്നായിട്ട്. ഞാൻ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കടുക് വറുക്കാൻ ആവശ്യത്തിന് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് ആ പാത്രം തന്നെ വെച്ചിട്ട് ഒരാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4-5 ഉലുവയും കൂടി ഇടണം. അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഉലുവാപ്പൊടി ഇല്ലായിരുന്നു. നമുക്ക് എന്നിട്ട് അത് കടുകും ഇതെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഇട്ടിട്ട് അതിനകത്ത് ശകലം ഉപ്പും കൂടെ ചേർക്കാം. അന്നേരം പെട്ടെന്ന് ഗോൾഡൻ ബ്രൗണായി കിട്ടും. അതെല്ലാം കറക്റ്റായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചിയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് എണ്ണയൊക്കെ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. അതാണ് നല്ല റേറ്റ്. ഇപ്പം തേങ്ങയുടെയൊക്കെ ഒരു എണ്ണയുണ്ടല്ലോ, അതാണ് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തു വെച്ച പുളിവെള്ളം കൂടെ എല്ലാം റെഡിയാക്കി വെക്കണം. നമുക്ക് ആ ഒരു മിക്സ് അതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് പിന്നെ ആവശ്യത്തിന് പുളിവെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കണം. തീ കുറച്ച് വെക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് പുളിവെള്ളം കൂടെ അതിനകത്ത് മിക്സ് ചെയ്തിട്ട് എത്രത്തോളം ആവശ്യത്തിന് അതനുസരിച്ച് നമുക്ക് കുറുക്കിയെടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർക്കണം. നമുക്ക് നന്നായിട്ട് അതൊരു മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് അതിനകത്തോട്ട് ഒരു 1/4 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർക്കണം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് ആവശ്യത്തിനൊന്ന് കുറുകി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം ഇത് എളുപ്പത്തിൽ നമുക്കൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നന്ദി, നമസ്കാരം.